അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചെറുപഴം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ഒരു കിലാഞ്ചി എടുക്കുക, അതിലേക്ക് നമുക്ക് ഈ പാൽ ഒഴിച്ച് സെർവ് ചെയ്യാം. ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കിലാഞ്ചി, ലക്ഷദ്വീപുകാരുടെ കിലാഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കിലാഞ്ചിയും പാലും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇന്നലെ രാത്രി തന്നെ അരി വെള്ളത്തിൽ, ഇന്നലെ രാത്രി ഞാനൊരു 3 കപ്പ് പച്ചരി കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് അരച്ചെടുക്കാം. തേങ്ങാപ്പാലാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ മുട്ടയും വേണം. സാധാരണ ലക്ഷദ്വീപുകാർ 1 കപ്പ് അരിക്ക് 2 മുട്ട എന്ന കണക്കിലാണ് ചേർക്കുന്നത്. പക്ഷേ എനിക്ക് മുട്ടയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 1 കപ്പ് അരിക്ക് 1 മുട്ട എന്ന കണക്കിൽ 3 മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വെള്ളം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം. ഞാനൊരു 2 ട്രിപ്പായിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. ഒരു തേങ്ങയുടെ പാലെടുത്താണ് ആദ്യം ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 മുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി അരച്ച് വിടാം. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അടുത്ത ട്രിപ്പ് കൂടി അരച്ചുകൊണ്ട് വരാം കേട്ടോ. അടുത്ത ട്രിപ്പിലേക്ക് ഞാനിതുപോലെ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ് ട്രിപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1 കപ്പ് അരിക്ക് 1 മുട്ട എന്ന കണക്കിലാണ് ഞാനിവിടെ 3 മുട്ട എടുത്തിരിക്കുന്നത്. ഇത് ഒന്നും കൂടെ മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി 1 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ഉണ്ട്, അതുകൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്രൈ പാൻ നല്ല ചൂടായി വന്നിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഞാൻ 1 സ്പൂൺ മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോഴേക്കും കണ്ടില്ലേ, ഇവിടെ എല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നാണ്ടോ. ഇതിന് നമുക്ക് ഇതുപോലെ മടക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ മടക്കണം. 4ആയിട്ട് മടക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ കിലാഞ്ചി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ കിലാഞ്ചി കേട്ടോ. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കാണിച്ചിട്ട് നമുക്കിപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം. ഇല്ലെങ്കിൽ നോർമലി ലക്ഷദ്വീപുകാർ പാലെന്ന് പറഞ്ഞിട്ട്, അതായത് തേങ്ങാപ്പാലിൽ ശർക്കരയെന്ന് പറയുന്നത് ദ്വീപ് ചർക്കരയാണ് കേട്ടോ. ശർക്കരയും അതുപോലെ ചെറുപ്പഴം അഴിഞ്ഞിട്ടിട്ടാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ഞാനതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലിലേക്ക് ഞാനിവിടെ ശർക്കര മെൽറ്റ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. സാധാരണ ദ്വീപ് ചക്കരയാണ് ചേർക്കുന്നത്. നമുക്കതിവിടെ കിട്ടാനില്ല. അതുകൊണ്ടാണ് ഞാൻ ശർക്കര മെൽറ്റ് ചെയ്തത് ഉപയോഗിച്ച് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ചെറുപഴം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. 1 കിലാഞ്ചി എടുക്കുക, അതിലേക്ക് നമുക്ക് ഈ പാല് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിലാഞ്ചിയും പാലും റെഡി ആയിട്ടുണ്ട്. ലക്ഷദ്വീപുകാർ ക്ഷമിക്കുക, ബിക്കോസ് എൻ്റെ ദ്വീപ് ചക്കര ഇല്ല. ഞാനൊരു കളത്തിൽ പണി ചെയ്തതാണ്. സംഭവം എന്തായിരുന്നാലും അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ അങ്ങനെയും കഴിക്കാം കേട്ടോ. നമ്മളുടെ പാലാട് തന്നെയാണ്, വേറൊരു വേർഷനാണെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.